ആദരണീയനായ ബോബി അലക്സ് മണ്ണമ്പളാക്കലച്ച, ബ്രിജേഷ് പുറ്റുമണ്ണിലച്ച, ഡെനോ മാത്യു മരങ്ങാട്ടച്ച, ബിനു കാര്യവള്ളച്ച, അതുപോലെ തന്നെ വാർഡ് മെമ്പർ വത്സമ്മ ആൻ്റണി, PTA പ്രസിഡന്റ് വിനോദ് കല്ലൂർ, അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതുപോലെ തന്നെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ മാതാപിതാക്കന്മാരെ, എനിക്ക് ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേയിൽ നിന്ന് ഈ വർഷത്തെ ആനുവൽ ഡേയിൽ എത്തി നിൽക്കുമ്പോൾ ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെയും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെയും ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന് നല്ല അടിത്തറ ഇടുക എന്നുള്ളതാണ്. നല്ല അടിത്തറ ഇല്ല എങ്കിൽ ഏത് കെട്ടിടവും ഇളകി വീഴും. അതുപോലെ തന്നെ മരങ്ങൾക്കാണെങ്കിലും നല്ല വേരോട്ടമില്ലെങ്കിൽ അത് കാറ്റത്ത് വീണു പോകും. എപ്പോഴും ആവശ്യമുള്ളത് നല്ല അടിത്തറയാണ്. അങ്ങനെ നല്ല ഒരു അടിത്തറ, അത് ഒരു സമഗ്രമായ വളർച്ചയുടെ അടിത്തറയാണ് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. അത് ബൗദ്ധികമായിട്ടും കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള നല്ല ഒരു വളർച്ച ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ ഈ സ്കൂളിനെ, ഇൻ്റർനാഷണൽ സ്കൂളിനെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ഒരു അധ്യാപക വൃന്ദം ഇവിടെ ഉണ്ട്. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അനധ്യാപകരും പിന്നെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങളും ഒപ്പം ശേഷം മാതാപിതാക്കൾ ഓരോരുത്തരും കൂടെ ചേരുമ്പോൾ ഇതൊരു കുടുംബമാണ്. ഇതൊരു കൂട്ടായ വർക്കാണ് ഇവിടെ നടക്കുന്നത്. വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുമുള്ള പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം വീടാണെന്ന് നമുക്കറിയാം. വീട്ടിലെ പരിശീലനത്തിനൊപ്പം തന്നെ ബൗദ്ധികമായ മേഖലകളിൽ വളർച്ച കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് അയക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നല്ല മനുഷ്യരാകാൻ വേണ്ടിയാണ്. നല്ല മനുഷ്യരായെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബുദ്ധി കൂടുതൽ വളർന്നു പോയതുകൊണ്ട് കാര്യമില്ല. മനുഷ്യനെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ കഴിയുന്ന നല്ല ഹൃദയഭാവമുള്ള മനുഷ്യരും കൂടെ ആകാനായിട്ട് പഠിപ്പിക്കണം. പഠനത്തിൻ്റെ മേഖലയിൽ ബുദ്ധി മാത്രം വികസിച്ച് തല വലുതായിട്ട് കാര്യമില്ല. അവൻ്റെ ഹൃദയവും കൂടി വളരണം. കുഞ്ഞുങ്ങളുടെ ഹൃദയവും കൂടി വളരണം. എല്ലാവരെയും സ്നേഹിക്കാനും പരിഗണിക്കാനും സമഭാവനയോടെ നോക്കിക്കാണാനും ഒക്കെയുള്ള ഒരു വിശാലമായ ഹൃദയം, അതും നമ്മളിവിടെ രൂപപ്പെടുത്തുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കലാപരിപാടി കാണാനാണ് നിങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡെന്നോ അച്ഛൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു നേതൃത്വം ഡെന്നോ അച്ഛന് ഇവിടെ നൽകി. അച്ഛനോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ വിരിയുകയാണ്. അത് നിങ്ങൾ അല്പസമയത്തിനകം ആ വിസ്മയം എന്തെന്ന് നമ്മളിവിടെ ഈ സ്റ്റേജിൽ കാണാൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എസ്പെരൻസ എന്നാണ്, ഹോപ്പ് എന്നാണ്, പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻസ്. അതാണ് അതിൻ്റെ പേരിൻ്റെ അർത്ഥം. വലിയൊരു പ്രതീക്ഷയാണ് ഈ പ്രോഗ്രാം കാണാനുള്ള ഒരു പ്രതീക്ഷ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കാണാനുള്ള വലിയൊരു പ്രതീക്ഷ. അതാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ ആനുവൽ ഡേയിൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി അധ്യാപകരും അനധ്യാപകരും അതുപോലെ ഒത്തിരിയേറെ പേരുടെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇത്രയും ഭംഗിയായി സുന്ദരമായി ഈ ആനുവൽ ഡേ ആചരിക്കാൻ നമുക്ക് ഇടയാകുന്നത്. കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ കലാപരിപാടികൾക്ക് വേണ്ടി നമ്മുടെ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ട്. പഠനത്തിനോടൊപ്പം തന്നെ കലാപരമായിട്ടും
കായികപരമായിട്ടുള്ള വളർച്ചയും അവർക്ക് നൽകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ എപ്പോഴും പൂവണിയട്ടെ, സഫലമാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത ഡെന്നോ അച്ഛനും അതുപോലെ തന്നെ മറ്റ് അധ്യാപകർക്കും ഞാൻ തുടർന്ന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവിയും പ്രതീക്ഷയുമുള്ള ഭാവിയുടെ നല്ല പൗരന്മാരായിട്ട് നല്ല ഹൃദയഭാവമുള്ള മനുഷ്യരാകാനായിട്ട് ബൗദ്ധികമായ മേഖലകളിൽ നല്ല ഉയർച്ചയിലേക്ക് വന്നുകൊണ്ട് ഈ സമൂഹത്തിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ആനുവൽ ഡേ സെലിബ്രേഷൻസിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.